പപ്പ അവിടെ എന്തെടുക്കുവാ? ഇങ്ങോട്ട് ചെല്ലട്ടെ, നോക്കട്ടെ എന്ത് കൊനഷ്ടൊപ്പിക്കാന്ന്. ഓ, വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കുവാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പാമ്പ് കടിക്കാതെയും പിന്നെ പഴുതാര കടിക്കാതെയും പാറ്റ കടിക്കാതെയും ഈച്ച കുത്താതെയൊക്കെ നോക്കണ്ടേ, വൃത്തിയായിട്ട് ഇറങ്ങണ്ടേ. കാരണം ഒരു ഇങ്ങനെ ഒരു സാധനം ഉള്ളപ്പം നമ്മൾ അതിനെ ബ്യൂട്ടിഫിക്കേഷൻ ആക്കുക എന്നുള്ളതാണ്, മനസ്സിലായി? ആ, അപ്പൊ അത് ചുമ്മാ കാട് പിടിച്ച് കിടന്ന അതാണ് നമ്മുടെ വീട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി. ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊരു വിശാല അല്ല അല്ല കുട്ടനാടാക്കി മാറ്റി. കുട്ടനാടാക്കി മാറ്റിയാൽ ശരിയാത്തില്ല, റിച്ച് കുട്ടനാടായി മാറ്റി. ഇപ്പോഴത്തെ കുട്ടനാട് കണ്ടിട്ടില്ലല്ലോ. ആ വന്നു വന്നു ആട് കള്ളൻ. ഇനിയിപ്പൊ പപ്പ ഇതില് വെള്ളം വരും, വെള്ളം ഒലിച്ച് താഴത്തേക്ക് വീഴില്ലേ? ഒന്നും ആയിട്ടില്ല. ഇത് നമ്മള് അമ്പലത്തിന്റെ മുല കടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് സ്ട്രെച്ചർ ആക്കുന്നേ ഉള്ളൂ. സ്ട്രെച്ചർ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ കംപ്ലീറ്റ് വർക്ക് തീർത്ത് കഴിഞ്ഞിട്ട് ബ്യൂട്ടിഫിക്കേഷൻ ആക്കി തരാം. പോരെ? അതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ തന്നെ മനോഹരമാക്കി തരാം. എന്റെ ഒരു നിഗമനനുസരിച്ച് ഈ സ്ട്രക്ചർ ഒക്കെ സ്ട്രെച്ചർ വേണം. സ്ട്രെച്ചർ ശരിയാക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് അത് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തതിന് ശേഷം വേണം ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം, മനസ്സിലായി? ബ്യൂട്ടിഫിക്കേഷൻ വെച്ച് ചില്ലറ മടക്കേണ്ടി വരും കേട്ടോ. ചില്ലറ എന്ന് പറഞ്ഞാൽ ഡോളർ. പപ്പയ്ക്ക് പോക്കറ്റ് ഇല്ലേ? ആ പോക്കറ്റിൽ നിന്ന് എടുത്തു. ഇത് ഈ പണിയും ചെയ്യണം, ഞാൻ ഡോളർ കയ്യിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പൊളിക്കും. MBA വരെ പഠിപ്പിച്ചു. അത് കാര്യമുണ്ടോ? ഇതിനാണോ പഠിപ്പിച്ചത്? പഠിപ്പിക്കുന്ന അത്രേ ഉള്ളൂ. പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളത്. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജോലി ചെയ്ത് അവരവരുടെ കാര്യമെങ്കിലും നോക്കണം. പപ്പായും മമ്മിയെ നോക്കട്ടെ. നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുന്നതാണെന്നാണ് നമുക്ക് സന്തോഷം. പിന്നെ പപ്പ അതൊന്ന് തരാവോ ഇതൊന്ന് തരാവോ എന്ന് ചോദിക്കരുത്. ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അതങ്ങനെ ചോദിക്കാൻ പാടില്ല, മനസ്സിലായി? അങ്ങനെ ചോദിക്കുമ്പോഴാണ് പപ്പായും മമ്മിയും ഉണ്ടാക്കി. ഇതിവിടെ നേരെ ഓപ്പോസിറ്റ്. പപ്പ ഇങ്ങോട്ട് ചോദിക്കൂ. എത്ര ഉണ്ടാക്കിയാലും അത് സമാധാനം ഇല്ലാതായി പോകുന്നത് അപ്പനും അമ്മയ്ക്കും. അവരൊന്നും ചോദിക്കാതെ തരുന്ന അപ്പനും അമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് കൊടുത്തില്ലേലും ആ സന്തോഷമാണ്. നിങ്ങൾക്ക് തികയാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. ഇതിപ്പോ ഇവിടെ വരെ ഇറങ്ങി വരാൻ ഒഴുക്കിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മുടെ ഒഴുക്കിന്റെ വഴി. ഇതാണ് നമ്മുടെ ഇത്രയും നല്ല മനോഹരമായ ഒരു ഒഴുക്കുള്ള വെള്ളം കിടക്കുമ്പോഴത്തേനാണ് ഈ കാട്ടിക്കൂടെ നമ്മുടെ വീട്. അതെ, ഇതെല്ലാം ഒന്ന് കാച്ചാ പോകും. ഇതൊന്ന് വെട്ടി റെഡിയാക്കി അങ്ങോട്ടൊരു നടപ്പാത ഉണ്ടാക്കി. അല്ല, അങ്ങനെ ഈ വെള്ളത്തിനകത്തൂടെ ഒരു കുട്ടനാടാക്കി മാറ്റുന്നത്. അല്ലാതെ എനിക്ക് സ്വസ്ഥതയില്ല. ഞാൻ ഇച്ചിരിയൊക്കെ വെട്ടിയത്. ഞങ്ങൾ എവറി ഇയർ മെയിലാ വെട്ടുന്നത്. പക്ഷെ ലാസ്റ്റ് മെയിൽ വെട്ടിയപ്പോ അവർ ഈ സാധനമൊക്കെ വെച്ചിട്ട് ബാക്കി വെട്ടിട്ട് പോയി. അത് എത്ര വലുതായിരുന്നു. എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ടല്ലോ, എന്റെ അമ്മച്ചിയൊക്കെ ഈ ഗർഭിണിയായിട്ടിരുന്ന സമയത്ത് നെല്ല് കുത്തിയിട്ടൊക്കെ ഗർഭിണി അല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അതില്ല 8 പിള്ള. അതൊക്കെ അതിന്റെ ഒരു ഭാഗ്യം വേണം. നിങ്ങളെ പോലെ ആടിന് സംക്രാന്തിക്കൊന്നുമല്ല. അത് മനസ്സിലാക്കണം. ഞാൻ എത്ര ഇത് ചെയ്തിട്ടാ വാശി പിടിപ്പിച്ചിട്ടാ. എന്റെ സഹോദരങ്ങൾക്കെല്ലാം കൂടുതൽ മക്കളുണ്ട്. ഞാൻ എന്നിട്ട് പറയും ഇവള് വാശി പിടിച്ചിട്ടാണ് ഇപ്പോഴെങ്കിലും ഒന്ന് പിന്നല്ല, നിങ്ങളൊക്കെ വാശി പിടിപ്പിക്കാതെ കാര്യം നടക്കില്ല. 1 മതി, 2 മതി. എല്ലാത്തിനും വാശി വേണം മോളെ. ഒരു വാശിയില്ല. വാശി ഉണ്ടെങ്കിൽ ചുമ്മാ വാശി പിടിപ്പിക്കാൻ. ഞാൻ കാലി പോയിക്കുന്ന ആരാ? എന്നെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ. എന്നെ കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ അങ്ങ് ഉണ്ടാക്കിയാനെ കൊറേ പിള്ളേര്. പോടോ, വയറ്റിലിട്ടോണ്ട് നടക്കുന്ന ഞങ്ങള്, പ്രസവിക്കുന്ന ഞങ്ങള്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ചുമ്മാ ഇരുന്നാ അപ്പനും അപ്പൂപ്പനും. ചാച്ചനും ഉമ്മയ്ക്കകത്തെ ആൾക്കാരെല്ലാം പറയും പപ്പ ചാച്ചനെ വാശി പിടിപ്പിക്കരുത്. ചാച്ചനപ്പ പുറത്തേക്ക് പോകും. ചാച്ചൻ ഇവിടെ സായിപ്പും കുഞ്ഞുങ്ങളും ഓടി നടക്കും. കുഞ്ഞുങ്ങളെ വളർത്തി മതിയാവും.
അങ്ങനെ ചാച്ചൻ ഇവിടുന്ന് ഇവിടെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇവിടെ ഒരു റാ പോലെ ആക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയ്യേറിയിട്ടുണ്ട്. ഞാനാ നേരത്തെ ഇതൊക്കെ കട്ട് ചെയ്യുമായിരുന്നു. ഇത്രയും കട്ട് ചെയ്തു. ഇനി ഇതും കൂടെ കളയണം. പിന്നെ ഓക്കെ ആവും. അത് കഴിഞ്ഞൊരു മെഷീൻ മേടിക്കണം. മെഷീൻ മേടിച്ച് ഇവിടെ എല്ലാം പുല്ലൊക്കെ കളയണം. മതി, ഇന്ന് മതി. നീ നാളെ ചെയ്യാം. സ്ട്രക്ചർ അത്ര മതി. സ്ട്രക്ചർ ആക്കി കഴിഞ്ഞിട്ട് എന്തുമാത്രം മണലാന്ന് നോക്കി. ആ മണല് ഈ ഒരു സ്റ്റെപ്പയിലോട്ട് വാരിയിടാം. അപ്പം മണലെ കയറി നിന്നോണ്ട് ഇവിടെ ഒന്നും കുഴി ഉണ്ടാക്കരുത്. ഇല്ല, മണല് അവിടെ നമുക്ക് ഇഷ്ടം പോലെ മണല് കണ്ടാ കിടക്കുന്നത്. അത് കറക്റ്റായിട്ട് ഒഴുകി വരികയും ചെയ്യും. ഈ മണല് ഇവിടോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വൃത്തിയാവും. പിള്ളേർക്ക് കാലത്ത് വെക്കാനും അതിലപ്പോൾ ഉപരി എനിക്ക് കാലെടുത്ത് വെക്കാനും കുളിക്കാനും ചാടാനും എല്ലാത്തിനും കറക്റ്റ് ആകത്തില്ല. ഇവിടെ എല്ലാം ഒന്ന് നീറ്റാക്കണം. പിള്ളേർക്ക് ഇറങ്ങാനുള്ള സൗകര്യത്തിന് ഇതെല്ലാം ഈ ഇതായിട്ട് കിടക്കില്ലേ. തങ്കം കുറിച്ച് വന്നാ പിന്നെ 4 പേരും കൂടെ ചാടും മിക്കവാറും. തങ്കം കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാടൊക്കെ എതിരെ പോയെന്ന് അറിയത്തില്ല. അവള് തന്നെ പറിച്ചു നടക്കും. അല്ലല്ല, അവിടെ പാമ്പൊക്കെ ഉണ്ട്. അവർക്കൊരു പാമ്പെന്തിനാ, അവരേ പാമ്പാ. ഞാനങ്ങനെ അവരെ ട്രെയിൻ ചെയ്തിട്ട് ഏത് പാമ്പിനെ എടുത്ത് കറക്കി എറിയാന്നുള്ളതാ. മനസ്സിലായി? പാമ്പ് കടിക്കാൻ വന്ന പാമ്പിന്റെ വാലെ പിടിച്ചിങ്ങനെ ഒറ്റ കറക്കം കറങ്ങണം. പാമ്പിന്റെ ഞരമ്പുകളെല്ലാം പൊട്ടി അതവിടെ തളർന്നു വരും. ഭയങ്കര സയൻസ്. പിന്നെ ആയുർവേദം ചെയ്താൽ മാത്രമേ അത് ക്ലീൻ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായപ്പോഴേ എന്റെ കണക്ഷൻ പോയി. എന്താ ശരിയല്ലേ? ആളുകൾ കേൾക്കട്ടെ. സത്യമുള്ള സത്യം തുറന്നു പറഞ്ഞാൽ യാതൊരു മടിയില്ല. ഈ കേശവന്റെ ചെയ്യുന്ന സാമൂഹിക ദ്രോഹത്തിന് എൻ്റെ പ്രത്യേക നന്ദി. ചന്ദ്രിക 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 മതിന്നേ, ഇന്ന് മതി. ഇനി നാളെ ചെയ്യാം. എന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ആ സാധനം വെട്ടി. ഇത് വെട്ടി ഇപ്പൊ വീട് ക്ലിയർ ആയി കാണുന്നില്ലേ? ഇവിടെ ക്ലിയർ ആയി കാണണമെന്നുണ്ടെങ്കിൽ ഇത് കുറെ പണികളുണ്ട്. ഒന്നും ആയിട്ടില്ല. അമ്പലത്തിന് മൂല കടിച്ചിട്ടില്ല പറഞ്ഞ പോലെ ഒന്നും ആയിട്ടില്ല. ഇതെല്ലാം അടി മുതൽ മേല് വരെ ചെയ്യണം. എനിക്ക് നിങ്ങൾ തരുന്നതിന്റെ പകുതി പൈസ തന്നാൽ മതി. $1000 വെച്ച് ഡെയിലി തന്നാൽ മതി. എനിക്ക് $1000 ആരാണ് ഇവിടെ മേടിക്കുന്നത്? നാട്ടിലെ കൂലി തരാം ഞാൻ. 100 രൂപ ഒരു ദിവസം. 100 രൂപ എനിക്ക് അവിടെ നിന്നാ പോരായിരുന്നു പണി. എടാ 1000 രൂപ ചെലവും ചായയും രാവിലെ കാപ്പി, ഉച്ചക്ക് ഭക്ഷണം, വൈകിട്ട് കട്ടൻ ചായ. ഇത് കൂടെ തന്നെ വേണം. മൊബൈലിൽ കൂടെ വർത്താനം പറയാം. പിന്നെ ഇഷ്ടം പോലെ. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കാം. ആളുകൾ വരുമ്പോൾ മാത്രം മഴ ചെയ്താൽ മതി. വെള്ളം. പക്ഷെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ചായ കുടിക്കാം. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പൈസ മേടിച്ചു പോവാം. നിങ്ങൾക്ക് ഒരു ചേച്ചി വിളിച്ചാൽ മതി. ചേച്ചിയേ ആയിട്ടുണ്ടോ? ആയി നന്നായി ഇരുന്നോളൂ. നേരത്തെ എല്ലാവരും പണിക്കാര് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് നല്ല പണി. ഇപ്പൊ പണിക്കാരെ കിട്ടാനില്ല. എല്ലാവരും IT അല്ലേ? IT ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഡെയിലി പണി. ഇല്ല, രാജ IT അല്ല, രാജ സെയിൽസ്. അക്കൗണ്ടിങ് ആയിരുന്നു, ഇപ്പൊ സെയിൽസ്. IT അല്ല. ഇവിടെ അമേരിക്കൻസ് ഒക്കെ എല്ലാരും സ്വന്തമായിട്ട് വീട്ടുകാരി പരിപാടി എല്ലാം സ്വന്തമായി ചെയ്യുന്ന ആൾക്കാരാണ്. സത്യം അതാണ്. കാർലോസ് എല്ലാം പറമ്പ് മൊത്തം വിടുന്ന കാർലോസ് തന്നെയാണ് ആ വീട്ടിൽ. ഉള്ള സത്യം. നമ്മൾ ഈ ഇന്ത്യൻസ് ആണ്, നമുക്ക് ശീലമായി പോയി പണി മറ്റുള്ളവർക്ക് കൊടുത്ത്. പണി നമുക്ക് തരും. പണി തരാനും പണി കൊടുക്കാൻ മാത്രം ജീവിക്കുന്നവർ. കേറി പോടി.
വീഡിയോ എടുത്തിരുന്നു മനുഷ്യനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ഇത്ര നേരം പപ്പേനോട് പറയാൻ സ്വകാര്യമായിട്ട് പറയാൻ മോനെ വീഡിയോ എടുക്കും എൻ്റെ വീഡിയോ എടുക്കും, ഞാൻ പണിയെടുക്കുന്ന 4 പേര് കാണട്ടെ. എത്ര വെറുപ്പിക്കാൻ നോക്കിയാലും എന്റെ വ്യൂവേഴ്സ് ഒന്നും വെറുക്കത്തില്ല. എന്നെ അറിയാം അവർക്ക്. അറിയാം. മഹാ എന്താ പറയണ്ടേ? അയ്യോ നല്ലൊരു വേർഡ് ഉണ്ടായിരുന്നല്ലോ. നല്ല വീട് പറയണ്ടേ? നിങ്ങളൊക്കെ നല്ല വീട് പറയത്തില്ലല്ലോ. മോശം വീടല്ലേ പറയത്തുള്ളൂ. മെനക്കേടിന് ഡിഗ്രി എടുത്ത ആളാ. പറയണം, നീയൊക്കെ അങ്ങനെ പറയണം. ഓരോ വീടുകളിലൊക്കെ ഓരോ അപ്പനും അമ്മയും സുഖിച്ച് ജീവിക്കുക. ഞാനോ അയ്യോ സുഖമില്ല തീരെ. സമയത്തിന് ഫുഡ്, സമയത്തിന് ടേബിളിൽ കയറി ഇരിക്കും ഫുഡ്. തല കുത്തി വീഴരുത്. എവിടെ വെള്ളപ്പാമ്പ് എവിടെ? ഇവിടെ എല്ലാം വെള്ളപ്പാമ്പുള്ള സായിപ്പന്മാരായ ഇവിടെ. ഞാൻ നോക്കുമ്പോഴത്തേന് ഈ നിന്റെ കാലിലെ ഷൂസിന്റെ ഇതില്ലേ അതുപോലെ ഒരെണ്ണം. ഞാനത് കട്ട് ചെയ്ത് മുറിച്ച് കണ്ട. എന്നോട് ജീസസ് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ കണ്ടാൽ തലയിലേക്ക്. ആ ഷൂ എന്താ ഇടാത്തത്? ഷൂ ഇട്ട് നിക്ക്, പിന്നെ കാലിന് വളവടിക്കരുത്. എന്റെ അപ്പം പഠിപ്പിച്ചിരിക്കുന്ന മണ്ണി പണി ചെയ്യുമ്പോ ചെരുപ്പിട്ടത്. അയ്യോ മണ്ണി പണി ചെയ്ത ഒരാള്. മണ്ണും ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴും മണ്ണി പണി ചെയ്ത് വണ്ടാടിയില് വന്ന് ഇച്ചിരിയൊക്കെ ആൾക്കാരെ കൊണ്ട് ജയിപ്പിക്കുന്ന അല്ലാണ്ട് ഇപ്പൊ അപ്പ എപ്പോഴാ ചെയ്ത്? എനിക്കിത് വേണം. ഇതുണ്ട് മുള്ള്. ഈ മുള്ളെടുത്ത് നിന്റെ ദേഹത്തോട് വലിക്കാം. എന്തൊക്കെ വേണല്ലേ എന്റെ സാന്ദ്രമോളുണ്ടെങ്കിൽ നല്ല ചിരിയെങ്കിലും. ചേച്ചി വളുപ്പ് കേട്ടിരിക്കുന്ന ആളാ. വളുപ്പ് കേട്ടോ അവള് വരുന്നുണ്ടല്ലോ അപ്പൊ ചിരിക്ക. അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞേക്കൊന്ന് ചിരിച്ചു കൊടുത്തേക്ക്. എനിക്ക് താല്പര്യം ഇല്ലല്ലോ തന്റെ വളുപ്പ് കേട്ട്. ജീവിതം ഞാന് മടുത്ത് ഞാൻ അമേരിക്കക്ക് ഓടിപ്പോന്നു. അവിടെ സ്വസ്ഥം. മണ്ണിൽ നിന്ന് മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ പോകണം. എന്നെ ദഹിപ്പിക്കുകയൊന്നും ചെയ്യരുത്. എല്ലാവരും പറയാം എന്റെ വ്യൂവേഴ്സ് എന്റെ മക്കളെ എന്നെ ദഹിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ സമ്മതിക്കരുത്. മണ്ണിൽ കുഴിച്ചിടണം. അല്ലല്ലോ നമ്മള് ക്രിസ്ത്യാനികൾ മണ്ണിൽ കുഴിച്ചിടുക ചെയ്യുന്നത്. എത്രയോ സ്ഥലത്ത് ദഹിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്നാ ശവപ്പെട്ടി ഇല്ലാതെ കുഴിച്ചിടണമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും മരത്തിന്റെ അടിയില്. ശവപ്പെട്ടിയും വേണ്ട, ഒന്നുണ്ട്. ഒരു വെള്ള തുണി ദേഹത്തോട്ട് ഇടുക, കുഴിക്കുക, അങ്ങോട്ട് ഇടുക, ഏതെങ്കിലും ഒരു പ്ലാവിന്റെ ചോട്ടിലോട്ട് അങ്ങോട്ട് ഇടുക. ആരതൊക്കെ ചെയ്യാൻ പോകുന്നത്? അതിനൊക്കെ പൈസ ആര് കൊടുക്കും? അതിന് ഞാൻ അവിടെ ഏർപ്പാടാക്കി. നീ ഒന്നും കൊടുക്കണ്ട. നീ വന്നിട്ട് കട വലിച്ചെറിഞ്ഞാ അങ്ങോട്ട് ഇടണം. അതൊക്കെ വലിയ മെനക്കേടാ. അതിനും ഭേദം ആ തോട്ടിലോട്ട് വലിച്ചെറിയാം. മമ്മിയോട് പറയാൻ കരുത്. പപ്പായോട് കരയാൻ മറന്നുപോയി, ഇപ്പം കരഞ്ഞേക്കാന്ന് പറഞ്ഞു. മമ്മിയോട് വെറുതെ പേടിക്കും. മമ്മി എന്ത് പേടിപ്പിക്കാൻ? മമ്മി അതിന്റെ പിറ്റേ ദിവസം അടിച്ചു പൊളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ പപ്പ പറഞ്ഞിട്ട് ചെയ്തേന്നൊന്നും പറയണ്ട. മമ്മി അടിച്ചു പൊളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞേ, ഞാൻ പറഞ്ഞു വെള്ളസാരി കൊടുക്കുക, പൊട്ടിടാ. ആര് വെള്ളസാരി? ഏത് നാള്? കണ്ണെഴുതണം, കുറച്ചുകൂടെ ഇതൊക്കെ എഴുതണം. ഏതാടോ? എനിക്ക് ബ്യൂട്ടീഷ്യനൊന്നും വേണ്ട. മമ്മിയുടെ സൗന്ദര്യം ആസ്വദിക്കണം. പിന്നെ നരകത്തിലായിരിക്കും. പിന്നെ അവിടെ തീയിൽ കൂടെ നടക്കുമ്പോ ഇതൊക്കെ ആസ്വദിക്കാൻ എവിടെയാണ് എനിക്ക് നേരം? തീയിൽ കൂടെ നടക്കുമ്പോ ഞാൻ ആവശ്യത്തിന് തീ കൂടെ നടന്നിപ്പോ. ഇനിയും തീ കൂടെ നടക്കത്തില്ല. അതല്ല ഞാൻ വെള്ളത്തിൽ പോലും ചവിട്ടാറ്. ഇപ്പൊ ഇവിടെ വെള്ളം കിടക്കുന്നു. വെള്ളം നമ്മുടെ തങ്കമ്മ ചേച്ചിയില്ലേ, തങ്കമ്മ ചേച്ചി പ്രസവത്തിന് ഞങ്ങള് അവിടെ നിന്ന് നേഴ്സിനെ കൊണ്ടുവന്നു. അവിടെ നിന്ന് നേഴ്സ് കടകടന്ന് അച്ചായനാ വള്ളത്തെ കൊണ്ടുവന്നു. നേഴ്സ് വള്ളം മുങ്ങിപ്പോയി. നേഴ്സ് വെള്ളത്തിൽ പോയിട്ട് നേഴ്സിനെ പിടിച്ചു പോക്കാനായിട്ട് എവിടെ അച്ചായൻ കഴുക്കോലിരിക്കുന്നു, ഞാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ കൊച്ചല്ലേ, അച്ചായൻ വെള്ളത്തിൽ ചാടി അവരുടെ മുടിക്ക് പിടിച്ച് പൊക്കി വള്ളത്തെ കയറ്റി. അതുകൊണ്ട് പ്രസവത്തിന് അപ്പോൾ അവർ വന്നിട്ട് പറയുക, എൻ്റെ തങ്കമ്മേ ഈ സമയത്ത് തന്നെ ഇപ്പോഴത്തെ ഈ രാത്രി തന്നെ വേണമായിരുന്നു ഈ പ്രസവമൊക്കെ എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇതും ബഹളം ഒരു തരത്തിൽ അവർ പിടിച്ചു. അപ്പൊ വീട്ടിലല്ലേ നിങ്ങൾക്ക് ഉണ്ടായത്? ഞങ്ങൾ തറവാടികളാണ്. പിന്നെ മമ്മി ഉണ്ടായ നല്ല അടിപൊളി ഹോസ്പിറ്റലിലാ. മമ്മിയെ പോലാണ്. മമ്മി ഏക മകൾ. ഞങ്ങൾ അങ്ങനെയല്ല, 8 പേരുണ്ട്. മമ്മി മന്ദിരത്തിലുണ്ടായത്, ഞാനും മന്ദിരത്തിലുണ്ടായത്.
നീ ഉണ്ടായെന്ന് പാപ്പയാണ് വീട്ടില്. നിങ്ങൾക്ക് അതിനുള്ളതേ ഉള്ളൂ. അല്ല, വീട്ടില് ഇരിക്കാനുള്ളതേ ഉള്ളൂ. വീട്ടിൽ ഞങ്ങൾ അതാണ് പറയുന്നത്, കുടുംബത്തിൽ പറക്കണമെന്ന് പറഞ്ഞു. നീയൊക്കെ വെറും ഹോസ്പിറ്റൽ. അപ്പച്ചൻ ഭയങ്കര സ്ട്രോങ് ആളായിരുന്നു അല്ലേ? അപ്പച്ചൻ ഭയങ്കര അപ്പച്ചന് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അപ്പച്ചൻ വെള്ളം വെറുതെ തോടിയാണ്. വലിയ തോടൊക്കെ കണ്ട് എടുത്ത് ചാടും. അത്രയ്ക്ക് ഭയങ്കര. അതുപോലെ പൂച്ചക്കണ്ണൊക്കെ ആയിരുന്നു അച്ചായന്റെ. നിങ്ങളുടെ അച്ചായന്റെ പൂച്ചക്കട നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അച്ചായന്റെ എത്ര സൗന്ദര്യം ആർക്കും കിട്ടിയില്ല. അച്ചായന്റെ കാലിന്റെ സൗന്ദര്യം കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്. എന്റെ എല്ലാം മൂക്കും കണ്ണും എല്ലാം ചെറുതല്ലേ, ഒന്നും ശരിയല്ല. അച്ചായന് നല്ല നീളമുള്ള മൂക്കായിരുന്നു. നീളമുള്ള മൂക്കായിരുന്നു. മമ്മിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ. എങ്ങനെ കിട്ടിയത് ആർക്കും അബോധം പറഞ്ഞുണ്ടാക്കും. അച്ചാനാ കൊണ്ടുവന്ന് കല്യാണം പറഞ്ഞ അല്ല, ആ പപ്പയുടെ പെങ്ങളാ കൊണ്ടുവന്ന്. ഇത് പോടോ കൂടെ ആദ്യം പറഞ്ഞുണ്ടാക്കുന്നത്. മമ്മി കേക്കട്ടെ, മമ്മിയുടെ പപ്പനെ കാണാനും നല്ലതായിരുന്നു. നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പപ്പയുടെ പപ്പയ്ക്ക് ഹൈറ്റ് ഇല്ലായിരുന്നു. കാണാൻ ആള് മിടുക്കനാണെങ്കിലും. ഇത് മൊത്തം വെട്ടി പപ്പ പീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ പണിയും കൂടെ കാണിച്ചു. ഇവിടെ ഇറങ്ങാനുള്ളൊരു കടവായി. രണ്ട് ദിവസത്തെ പണിയാണിത്. 2 മണിക്കൂർ വീതം 2 ദിവസം പണിതാണ്. ഇവിടെ ഒരു ഇറങ്ങിപ്പോകാനൊരു സ്റ്റെപ്പ് എന്നുണ്ട്. ഇതൊരു സ്റ്റെപ്പ്, ഇനി 2 സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇല്ല, ഇപ്പോൾ ഇവിടെ നല്ല വ്യൂ ആയി. ഇപ്പോൾ ആ മരമൊക്കെ മാറ്റി അത് അടിയിൽ എടുക്കണം. ഇപ്പൊ ഇവിടെ ഈ വെള്ളം ശരിക്കും കാണാൻ പറ്റും. ഇപ്പൊ അവിടെ നോക്കിയാ, നേരത്തെ ഈ കാടൊക്കെ കൊണ്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്താ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്തായെന്ന്. ഇതിനി കുറച്ച് ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ട്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. പാപ്പ അതാണ്ട് ഈ മരം വിഷമാണ്. ഇത് ഒരു രസത്തിന്. അതെ, ഇത് വിഷമാണ്. അത് മാത്രം തുടരുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. പാപ്പ അത് തന്നെ പോയി തുടർന്നത് എന്തിനാ? അത് എന്തിനാ അവിടെ പോകുന്നത്? അത് ഞാൻ ആദ്യമേ പറഞ്ഞത് വിഷമാണ്. പിന്നെ എന്തിനാ പോയി പിടിക്കാൻ പോകുന്നത്? വിഷമൊന്നും അകത്ത് വെക്കാൻ പാടില്ല, ഞാൻ മാത്രമേ ആകാവുള്ളൂ. അത് പിന്നെ മാച്ചായി പോയിക്കോളും. അത് വെള്ള പൂവുണ്ടാവും. മമ്മി പറഞ്ഞു എന്റെ പേര്. ഇല തിന്ന അപ്പത്താ മൃതം കാടിയും. വേണ്ട, എന്തോന്നാ ഇപ്പൊ കാണിക്കുന്നത്? എനിക്ക് അതുകൊണ്ടല്ല, ഇവിടെ അമേരിക്ക ആയിട്ട് ഞാൻ പിന്നെ ഇതിന്റെ എല്ലാം പുറകെ തൂങ്ങണ്ടേ? അതാണ് പ്രശ്നം. മേടിക്കണം. അല്ല, ഇവിടുന്ന് ബോഡി നാട്ടിലെത്തിക്കണം. അതൊക്കെ വലിയ പാടാ. അയ്യേ, ചീഞ്ഞ നാറാനാ. പപ്പ സ്വന്തമായിട്ട് കുടി കുടിച്ചു. പപ്പ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ വണ്ടാടി 2 കുടി കുടിക്കണം. ഞാൻ ഓർത്ത് ദൈവമേ, നേരത്തെ കുടി കുടിച്ചു വെച്ചേക്കാണ്. മോഹിപ്പിച്ച്. അത് ഇനി പപ്പ ബാക്കി പറഞ്ഞത് ടിക്ടാക്കിന്റെ കുടി. എനിക്ക് അവിടെ ആണെങ്കിലും മതി, തെങ്ങിന്റെ ചോട്ടിലാണെങ്കിലും മതി. ബുദ്ധിമുട്ടിക്കാതെ ആരെയും തോന്നിക്കാം. എന്റെ പൊന്നെ, അതാ ജീവിച്ചിരിക്കുമ്പോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ അല്ലെ? മരിക്കുമ്പോഴെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഈ തൂച്ചാൻ വയറിന് വേണ്ടിയാ ഞാൻ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. പറയേ, ചേച്ചന്റെ ഉമ്മയുടെയും ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും
എല്ലാരും ചാച്ചനും ഉമ്മയുടെയും വീഡിയോ കാണുന്നില്ല. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ ഈ വീഡിയോ ഇല്ല. ഉമ്മി അകത്താണ്, അതുകൊണ്ട് ഉമ്മീനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മി അകത്ത് ഭയങ്കര വർക്ക്, എന്നെക്കാളും വലിയ വർക്ക് കൊടുത്തിരിക്കുക അവള്. പിന്നെ ഞാൻ ഒരു വർക്ക് കൊടുത്തിട്ടില്ല, അവിടെ കുളിച്ചോണ്ടിരിക്കുക. 2 പെൺപിള്ളേരും അപ്പനും അമ്മയ്ക്കും പണി തരുന്ന 2 പെൺപിള്ളേരും വന്നിരിക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കുക, എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ചാച്ചൻ ഉമ്മി ബ്ലോഗിലേക്ക് സ്വാഗതം.